എന്തിനാണ് ഈ ടിക്കറ്റ് ഇല്ലാത്തവർക്കും കൂടി പ്ലാറ്റ്ഫോമിലോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കുന്നത്? നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്ന പോലെ ടിക്കറ്റ് കാണിച്ചുള്ളവർ മാത്രം കയറ്റിയാൽ പോരെ? അപ്പോൾ ഈ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ വന്ന് ആൾക്കാർ ഇടിച്ചു കുത്തി ടിക്കറ്റ് ഇല്ലാത്തവരൊക്കെ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാർ ഓണേഴ്സ് ഉള്ളത് കേരളത്തിലാണ്. ഇത്രയും കാറിൻ്റെ ഓണേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് നല്ല റോഡുകളില്ല എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെ. റോഡ് ട്രിപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായാലും ഭയങ്കര സാമ്പത്തിക ചിലവാണ് ഈ സാധനം. ഞാൻ ഇന്ത്യ മൊത്തം കറങ്ങിയത് തന്നെ അന്റാർട്ടിക്കയുടെ അത്ര ചിലവ് വന്നു. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം. വരുമാനം ഇല്ലെങ്കിലും നമുക്കിത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനുള്ള പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാശ് മാത്രം ഇപ്പോൾ കുറേ കാശ് കിട്ടും എന്ന് വിചാരിച്ചു തന്നെ കിട്ടാൻ സാധ്യതയില്ല. അത് കുറച്ച് ദിവസം മടുത്ത് അത് ഇട്ടിട്ട് പോയുള്ളൂ. 3 ടയറുള്ള ബൈക്ക് പുള്ളി മുമ്പിൽ പോകുന്നുണ്ട്. പെട്ടെന്ന് ഒറ്റ ടേൺ ചെയ്ത് ഇങ്ങനെ വളച്ച്. സാധാരണ നമ്മുടെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കും? ഞാൻ പറയുന്നത് ഇത് എന്ത് പരിപാടിയുടെ കാണിക്കണമെന്ന് ചോദിക്കാൻ പോയതും ഇങ്ങനെ കാണിച്ച്, അയാൾ ഇങ്ങനെ കാണിച്ചു, അവരങ്ങോട്ട് പോയി ഇവരെ ഇങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ. യെസ് എന്ന് പറയുന്നത് ഷീ, നോ എന്ന് പറയുന്നത് ബൂ. അത് ഇങ്ങനെ ഓർത്താ മതി. യെസ് നോ എന്ന് പറയുന്നത് ഷീ ബൂ. ഷിബു ഓർത്താ മതി. ഇപ്പോൾ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരെ പരിചയപ്പെടാനും കാണാനും ഇടപഴകാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണല്ലോ. ഇവരിൽ നിന്നൊക്കെ നമ്മളെ മലയാളികളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? അങ്ങനെ കുറേ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ തായ്ലൻഡിൽ കൂടി ഒരു ബൈക്ക് ടാക്സിയിൽ പുറകിലിരുന്ന യാത്രയാണ്. ബൈക്കാണ്. ഇപ്പോൾ ഒരു ചെറിയ വഴിയിൽ കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ മുമ്പിൽ വേറൊരു ബൈക്കുകാരൻ അതിൻ്റെ കൂടെ വലിയൊരു എക്സ്ട്രാ ഒരു ടയർ വെച്ച് 3 ടയറുള്ള ബൈക്ക് എന്തോ കച്ചവടമാണ്. പുള്ളി മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒറ്റ ടേൺ ചെയ്ത് ഇങ്ങനെ വളച്ച്. സാധാരണ നമ്മുടെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനല്ലേ? ഞാൻ പറയുന്നത് ഇത് എന്ത് പരിപാടിയുടെ കാണിക്കണമെന്ന് ചോദിക്കാൻ പോയതും. പക്ഷേ ഇവർ മുമ്പിരുന്ന ഈ ഡ്രൈവർ ഇങ്ങനെ കാണിച്ച്, അയാളും ഇങ്ങനെ കാണിച്ച്, അവരങ്ങോട്ട് പോയി ഇവരും ഇങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഭയങ്കര. അതായത് അതൊരു പരസ്പര ബഹുമാനം എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഇവിടെ റോട്ടിൽ കാണാം അതൊക്കെ മൊത്തം ഈ ഒരു ഈഗോ വെച്ചിട്ട് വണ്ടി ഓടിക്കണവരാ കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വരുന്നത് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിച്ചും ഒരു ബഹുമാനവും അല്ലെങ്കിൽ ആ രീതിയിലാണല്ലോ നമ്മൾ ശരിക്കും പോകണ്ടേ. അതിന്റെ ഒരു കുറവ് തോന്നിയിട്ടുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ബീജിംഗിൽ നിന്ന് ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ലൈക് ചൈനയിലുള്ളത്. അപ്പം അതൊരു അവിടുത്തെ ഒരു ലോക്കൽ ട്രെയിൻ ആണെന്ന് ആ വീഡിയോയിൽ ആക്ച്വലി ഷെറിൻ പറയുന്നുണ്ട്. എനിക്ക് ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള ട്രെയിനെന്നും അവിടുത്തെ ലോക്കൽ ട്രെയിനും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ചെറുതായിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയാൽ കുറേ ഉണ്ട്. ഒന്നാമതും ബേസിക്കലി വൃത്തിയാണ്. അവിടുത്തെ ഏറ്റവും ബഡ്ജറ്റ് ട്രെയിൻ കാണാൻ തന്നെ ഭയങ്കര വൃത്തിയും വെടുപ്പും. നമ്മുടെ ഇവിടുത്തെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഹൈ എൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ല, നമ്മുടെ ഇവിടെ ഏറ്റവും വേൾഡ് ക്ലാസ് ആണ് വന്ദേ ഭാരത്. അതുമായിട്ട് അവരുടെ ലോക്കൽ ട്രെയിൻ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് രണ്ടും രണ്ടല്ലേ? അല്ല, വൃത്തി സെൻസ് ഇല്ല. വന്ദേ ഭാരത് ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ബെസ്റ്റും ഇന്ന് ലോകത്തിലെ ബെസ്റ്റ് ട്രെയിനുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ തന്നെ വന്ദേ ഭാരത്. ചൈനയിലെ ലോക്കൽ ട്രെയിൻ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഇല്ല, അത് വേറെയാ. എന്ന് വെച്ചാൽ ലോക്കൽ ട്രെയിന് സ്പീഡില്ല, മറ്റേ സ്പീഡ് കുറവായിരിക്കും. അതല്ല ശരണേ, ആ ഒരു വൃത്തിയുടെ കാര്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൃത്തി അടിപൊളിയാണ്, നല്ല വൃത്തി. അത് വൃത്തിയാണല്ലോ ബേസിക്കലി നമുക്ക് വേണ്ടത്. നമുക്കൊരു വൃത്തിയും എടുപ്പും വേണ്ട. അത് നമ്മുടെ ലോക്കൽ ട്രെയിനുകളൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ പഴയ ബോഗികളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എന്തിനാണ് ഈ ടിക്കറ്റ് ഇല്ലാത്തവർക്കും കൂടി പ്ലാറ്റ്ഫോമിലോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കുന്നത്? നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്ന പോലെ ടിക്കറ്റ് കാണിച്ചുള്ളവർ മാത്രം കയറ്റിയാൽ പോരെ? അപ്പോൾ ഈ AC കമ്പാർട്ട്മെന്റിലൊക്കെ വന്ന് ആൾക്കാർ ഇടിച്ചു കുത്തി ടിക്കറ്റ് ഇല്ലാത്തവരൊക്കെ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളിൽ ഞാൻ കണ്ടേക്കണം, ഇപ്പോൾ എക്സാമ്പിൾ ചൈനയിൽ ടിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഇടിച്ചു കുത്തി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, ടിക്കറ്റ് ഉള്ളവർ മാത്രം പോയപ്പോരെ. ഞാനിത് എടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഡേ വെൻ ഐ വാസ് ട്രാവലിംഗ്, ഞാൻ 3rd AC-ലാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ 4 ബാത്റൂമിൽ നമ്മളെ ബോഗിന്റെ അറ്റത്തുള്ള രണ്ട് സ്ഥലത്ത് പോയി. എങ്ങും ഐ കനോട്ട് ഗോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ വാഷ്റൂമിൽ ഉണ്ടായിരുന്നത്. എനിക്ക് സങ്കടം വന്നു, ഇത് ആരെടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യണം, ആരെടുത്ത് എന്ത് പറയണം എന്നുള്ള ഒരു ഇതില്. പക്ഷെ ഇപ്പം കുറെ അവയർനെസ് ഉണ്ട്. ഇപ്പൊ കാർത്തിക് സൂര്യ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഹ്യൂജ് സല്യൂട്ട് ടു ഹിം. എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി, അതാ ഞാൻ ഷെറിന് ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. 2 റീസൺ ഉണ്ട്. ഒന്ന് ഇവര് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട്, ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട്. ആൾക്കാരുടെ കൂടി ചിന്താഗതിയാണ് ഇത് വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ളത്. അതും ഒരു റീസണാണ്.
പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തുള്ളത് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രശ്നം. 2 വൃത്തിയാക്കി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അത് ആൾക്കാർ ചെയ്യുന്നില്ല. അത് ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പല പബ്ലിക് ടോയ്ലറ്റിൽ ചെന്ന് നോക്കിയാൽ കാണാം, ഭയങ്കര വെള്ളമൊഴിക്കാണ്ട് പോകുന്ന പരിപാടി ഉണ്ട്. പൊതു സ്വഭാവവും അത് 2 റീസൺ ഉണ്ട്. അതെ. ഇപ്പൊ പുറത്ത് ഒരുപാട് രാജ്യങ്ങൾ കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ഈ ഒരു സിസ്റ്റം എന്ന് ഷെറിന് തോന്നിയത് എന്തായിരുന്നു? അയ്യോ, കുറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഇത് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് ആ ഭാഗത്തൊക്കെ റോഡുകളൊക്കെ അടിപൊളിയാക്കി വെച്ചേക്കാണ് ഇവർ. ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ 6 ലൈൻ റൂട്ടൊക്കെ ഹെവി ആണ്. നിസാര മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പം അത് അവിടെയൊക്കെ പിന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നണം, ഓരോ സ്ഥലങ്ങളും. അപ്പോൾ റോഡ് ഒരു മെയിൻ ഘടകമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഇപ്പോൾ വരുന്നേ ഉള്ളൂ NH66. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പൊളിയാണ്. പക്ഷെ ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പം അതൊരു പ്രശ്നം തന്നെ. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാർ ഓണേഴ്സ് ഉള്ളത് കേരളത്തിലാണ്, പിന്നെ ജമ്മു കാശ്മീർ ഭാഗത്തൊക്കെ. ഇത്രയും കാറിൻ്റെ ഓണേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് നല്ല റോഡുകളില്ല എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെയാണ്. സൗകര്യം റോഡ് മാത്രം ഉണ്ടായപ്പോൾ റോഡിൽ സൗകര്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് കോട്ടയം പോകുമ്പോൾ നോക്കിയാൽ ഒറ്റ വരിയുള്ളൂ, 2 വരിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒന്നത് വളവും തിരിവും ഭയങ്കര, അതായത് ചെറിയ 50-60 കിലോമീറ്റർ പോകാനായിട്ട് 1.5-2 മണിക്കൂർ എടുക്കും. ഒരു റോഡ് ട്രിപ്പ് ഒക്കെ എവിടെയെങ്കിലും പോകണം എന്ന് ഇനി ഒരു ആഗ്രഹമുണ്ടോ? റോഡ് ട്രിപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആഗ്രഹം ഉണ്ടായാലും ഭയങ്കര സാമ്പത്തിക ചെലവാണ് ഈ സാധനം. ഈ അന്റാർട്ടിക്കയിലൊക്കെ പോയതിനെക്കാട്ടിലും ചെലവ് വരുമോ? പിന്നെ ഞാൻ ഇന്ത്യ മൊത്തം കറങ്ങിയത് തന്നെ അന്റാർട്ടിക്കയുടെ അത്രയും ചെലവ് വന്നു. ആണോ? അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം. ഈ ഇന്ത്യ മുഴുവൻ കറങ്ങിയ ആൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ് ഏതാണ്? പ്ലേസ് വൈസും ചോദിക്കാം, പിന്നെ അവിടെയുള്ള ആ ഒരു നാട്ടുകാരുടെ മനസ്സിന്റെ ആ ഒരു രീതിയിൽ ഞാൻ ചോദിക്കാം. എനിക്ക് തോന്നിയത് ലഡാക്കാണ്. ലഡാക്ക് നല്ല അടിപൊളി, വീണ്ടും വീണ്ടും പോകണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ലഡാക്ക് ഏരിയയൊക്കെ. ഭയങ്കര രസമുള്ള സ്ഥലമാണ്, ആൾക്കാരും നല്ല തന്നെയാണ്. പിന്നെ എനിക്ക് രാജസ്ഥാൻ ഇഷ്ടമാണ്. പക്ഷെ ആൾക്കാർ ഇത്തിരി വൃത്തി കുറവുണ്ട്. അത് മീൻസ് അവിടെയൊക്കെ തുപ്പിയിടുക മൊത്തം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാജസ്ഥാൻ ഇതുപോലെ ഭയങ്കര, ഞാൻ ഏതാണ്ട് 2 തവണ പോയിട്ടും വീണ്ടും പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാനും ലഡാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ നോർത്ത് ഈസ്റ്റിലെ മിസോറാമിന്റെ ക്യാപിറ്റൽ ഉണ്ട്, ഐസ്വാള്. ഭയങ്കര രസമാണ് ആ സ്ഥലം. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് ഒരു കുന്ന് മുഴുവനും വീടുകളൊക്കെ ഇട്ട് ഭയങ്കര, ഏതോ വിദേശ രാജ്യം തോന്നുന്നു, അതേപോലത്തെ സെറ്റപ്പാണ് അവിടെ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം ചൈനയില് ഷെറിൻ ട്രാവൽ ചെയ്തതിന് ശേഷം ഷെറിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദ ട്രാൻസ്ലേഷൻസ് ഓഫ് അവിടുത്തെ ഭാഷ ആൻഡ് ഇവിടുത്തെ ഭാഷ. അപ്പം നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ ക്വിക്ക് റൗണ്ട് ആയിട്ട് ഇതിനെ ഷെറിൻ കണ്ടാൽ മതി. ഞാനതൊക്കെ മറന്നുപോയി. എന്നാലും ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, എന്തൊക്കെ ഓർമ്മയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഹൗ മച്ച് എന്ന് നമ്മൾ ചൈന ഭാഷയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? എനിക്കറിയത്തില്ല. ഇത് താങ്കളുടെ തന്നെ പോസ്റ്റില് അത് ആ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോ യൂസ് ചെയ്യുന്ന, പിന്നെ അത് മറന്നു. നമ്മൾ സ്ഥിരം ആ വാക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ. അത് ആ സമയത്ത് എഴുതിയിടുന്ന, ആ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നതാണ്. നമ്മൾ സ്ഥിരം ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. എന്നാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയാ? അത് ഷീഷേ. എന്നുവെച്ചാൽ അത് പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും. ചിലര് പറയുന്നത് ഇപ്പൊ ഷീഷേ എന്നാണ്. ഷിഷേ. ഓക്കെ. ഗുഡ് ബൈ. ഗുഡ് ബൈക്ക് എന്താണ് അറിയത്തില്ല. സായ്ജിയൻ. യെസ് എന്ന് പറയുന്നത് ഷീ. കറക്റ്റ്. നോ എന്ന് പറയുന്നത് അതറിയത്തില്ല, മറന്നായി. നോന്ന് എപ്പോഴും പറയേണ്ടി വരാറില്ല. ഷീയും ഷിയേയും നിഹയും മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഇങ്ങനെ ഓർത്താൽ മതി. യെസ് നോ എന്ന് പറഞ്ഞാൽ ഷിബു ഓർത്താൽ മതി. ഷിബു എന്ന് ഓർത്താൽ മതി, അപ്പൊ കറക്റ്റ് ആവും. ഇനി കൊറേ സുന്ദരി പെൺകുട്ടികളോടുള്ള ഒരു ഇതില് ചോദിക്കുന്ന, ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളുള്ളത് ഏത് രാജ്യത്തെ ഷെറിനെ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പിന്നെ പെണ്ണുങ്ങളങ്ങനെ ശ്രദ്ധിക്കാത്ത, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. എല്ലാ നാട്ടിലെയും സുന്ദരികൾ തന്നെയാ. മലയാളികളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഫാൻസ് വന്നിട്ട് താഴെ കമന്റ് അടിക്കും, ഷെറിൻ ചേട്ടൻ എന്നാലും മലയാളികളാണ് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. എനിവേ, അങ്ങനെ എങ്ങും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും അതിന്റെ ഭംഗിയുണ്ട്. പിന്നെ അതാണെന്ന് പറയാമല്ലോ, ഓരോരുത്തർ ഓരോ ഷേപ്പും മുഖം. ഇപ്പൊ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഒരു മംഗളോടി ടൈപ്പ് ആയിരിക്കും. അർജന്റീനയിൽ പോയി കഴിഞ്ഞാല് സായിപ്പ്മാരെ പോലെ ഇരിക്കും, പക്ഷെ ബ്ലാക്ക് ഹെയർ ആയിരിക്കും.
അങ്ങനെ കുറെ വ്യത്യാസം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഭംഗി എല്ലാരും കൊള്ളാം. അല്ലേ? ഞാൻ ആരെ വിഷമിക്കുന്നില്ല. ഓക്കെ. ഏറ്റവും നമുക്ക് വില കുറവില്, അതായത് ഭയങ്കര ബഡ്ജറ്റ് കട്ട് ഡൗൺ ചെയ്ത് നമുക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? മേ ബി ഒരു 20K. 20K ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് നോർത്ത് കാശ്മീർ, രാജസ്ഥാൻ, ലഡാക്ക് ഇവിടെയൊക്കെ പോയിട്ട് വരാമല്ലോ. 20,000 ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് വരാൻ പറ്റും. ഞാൻ എൻ്റെ ഏത് ഇയർ ആയിരുന്നു, ഒരു 3-4 കൊല്ലം മുമ്പ് രാജസ്ഥാനിൽ ഒരു 10 ദിവസം ഞാൻ കറങ്ങിയത്. മൊത്തം 10 20 ദിവസത്തോളം ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. 20,000 രൂപ ആകുമ്പോൾ. 20,000 രൂപയ്ക്ക് നിങ്ങൾ 20 ദിവസം കാശ്മീർ കറങ്ങിയോ? കാശ്മീരില്ല, രാജസ്ഥാനിൽ കറങ്ങി. അത്ര മതി. ഞാൻ താമസിക്കുന്നതൊക്കെ അന്ന് ഹോസ്റ്റലുകളാണ്. ഹോസ്റ്റലിനൊക്കെ ആകെ ഒരു ദിവസം 400 രൂപ സംതിങ് എന്തൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ട്രെയിനാണ് പോകുന്നത്, ഓരോ സിറ്റിയിലോട്ട് പോകുന്ന ബസ്സിനാണ്. വലിയ റേറ്റ് ഒന്നും അന്ന് വന്നില്ല. ഇനി മനസ്സിലുള്ള ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണ്? ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും പോകണമെന്നാണ് ആഗ്രഹം. പെട്ടെന്ന് ആലോചിച്ചാൽ എനിക്ക് യൂറോപ്യൻ കൺട്രികൾ കുറച്ച് പോകാനുണ്ട്, ആഫ്രിക്കൻ കൺട്രികളും ഇനിയും പോകാനുണ്ട്. കുറെ പെൻഡിങ് മീൻസ് പോകാത്ത കുറേ രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ പോകണം. പിന്നെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ ലോകാത്ഭുതങ്ങളും ഈ ഭൂമിയിലെ കുറേ പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ചിലപ്പോൾ അത് വലിയ സിറ്റിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞു സ്ഥലമൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇറാഖിൽ ഒരു ഏരിയയിൽ പോകണമെന്നുണ്ട്. അത് ഈ മൊസൂളിൻ്റെ അടുത്ത് അവിടെ ഷാനിഡാർ എന്ന് പറയുന്ന ഒരു കേവ്സ് ഉണ്ട്. ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ആ കേവിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആ കേവിലാണ് മനുഷ്യർ ഇപ്പം ഇന്നുള്ള ഹോമോസാപ്പിയൻസ് ആണല്ലോ നമ്മളൊക്കെ. അതിനു മുമ്പ് നിയാൻഡർത്താൽ എന്ന് പറയുന്ന ഒരു മനുഷ്യവർഗം ഉണ്ടായിരുന്നു, വംശനാശം വന്നുപോയി. അവര് ജീവിച്ചിരുന്ന സ്ഥലമാണ് ആ കേവ്. അവിടെ നിന്ന് 75,000 വർഷം മുമ്പ് അവരുടെ അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 30,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെയൊക്കെ. അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് പോയി കാണേണ്ട കൊള്ളാമെന്നുണ്ട്. അത് അവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ആ കേവ്സ് ഇന്നുണ്ട്. ഇപ്പം ഈ അവിടെ പിന്നെ മറ്റേ യുദ്ധമൊക്കെ നടക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാത്തത്. എനിക്ക് അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള ആള് പലതരത്തിലുള്ള കൾച്ചർ കണ്ടിട്ടുണ്ടാവും, പല രീതിയിലുള്ള ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡിഷ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇനി ഞാൻ ട്രൈ ചെയ്യത്തേ ഇല്ല എന്നുള്ള ഡിഷ്? ട്രൈ ചെയ്യത്തില്ല എന്ന് വിചാരിച്ച് ഞാനൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തായ്ലൻഡിലെ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. തായ്ലൻഡിലെ ഒരു ചില ഇപ്പോൾ സൂപ്പ് പോലെ ഇരിക്കും. അതുപോലെ ചൈനീസ് ഫുഡും നൈസാണ്. അല്ലേ, അങ്ങനെയുള്ള സ്ഥലത്തല്ലേ ഈ നായുടെ ഇറച്ചിയൊക്കെ വിൽക്കാനുള്ള? അതിപ്പോൾ നാഗാലാൻഡിൽ ചെന്നാൽ കിട്ടും. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ കിലോന് 500 രൂപയായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ. പട്ടി ഇറച്ചി കിട്ടും. ട്രൈ ചെയ്തിട്ടില്ല, ഹോട്ടലിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇറച്ചി അവിടെ പുറത്ത് വിൽക്കുന്നുണ്ട് ചേച്ചിമാര്. അത് തന്നെ എനിക്ക് ചൈനയിലൊക്കെ പോയി കിട്ടുമായിരിക്കും. അത് ട്രൈ ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ കിട്ടിയാ ചെയ്യും. ഞാൻ പിന്നെ തായ്ലൻഡിൽ പോയപ്പോഴാണ് അവിടെ മുതലിറച്ചി കിട്ടുമായിരുന്നു. മുതലിറച്ചി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സാധാരണ നമ്മൾ ചിക്കൻ തിന്നണം അതേ ടേസ്റ്റ്. എനിക്ക് അങ്ങനെ തോന്നിയ. എന്തൊക്കെ വെറൈറ്റി ഇറച്ചി കഴിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാ എല്ലാം പറയത്തില്ല. അത് ചിലതൊക്കെ നമ്മുടെ നാട്ടില് പ്രശ്നമുള്ളതാണ്. അപ്പൊ എല്ലാം കുഴപ്പമില്ല. ഞാൻ പറ്റുന്നത് പോലെ എല്ലാ സാധനങ്ങളും തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നോക്കാം. അല്ല ഈ പാറ്റയും പല്ലിയൊന്നും എനിക്ക് പറ്റത്തില്ല. അത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് തിന്നു നോക്കിയിട്ടില്ല. പിന്നെ വേറെ കുറെ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പല സഞ്ചരിക്കാൻ നോക്കിയതൊക്കെ ഒരു ഓപ്ഷൻ കിട്ടും. റീസെന്റ് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട വെറൈറ്റി ഫുഡ്? എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പേര് പറഞ്ഞ സാധനം എടുക്കാൻ ഭയങ്കര പാടാണ്. ചൈനീസ് ഭാഷയുണ്ട്. അപ്പോൾ അവരുടെ ഗുണമെന്ന് വെച്ചാൽ ഇവർ ഹോട്ടലിലും ഈ മെനുവിലൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ഇത് അവർ വെച്ചുകൊണ്ട് ഇത് മറ്റേ ബീഫാണെങ്കിൽ അത്, അല്ലെങ്കിൽ പോർക്കിൻ്റെ വിഭവം വല്ലതും ആണെങ്കിൽ അപ്പോൾ നമുക്ക് അത് ചില നേരത്ത് ഞാൻ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ എന്താണ് ഐറ്റം എന്ന് ഏകദേശം പിടികിട്ടും. അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. എനിക്കങ്ങനെ വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യൽ കുറവാണ്. കിട്ടുന്നത് ഇന്നും നല്ലൊരു സെറ്റപ്പാണ്. എവിടെ ചെന്നാലും കിട്ടണം എന്നുള്ള സെറ്റപ്പാണ്. നമുക്ക് വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും ഈ റൈസ് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. അപ്പം പല നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റൈസ് കിട്ടത്തില്ല. അവിടെ ഈ ബ്രെഡും കഷ്ണവും സംഭവമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് റൈസ് തിന്നാണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കൊരു അസ്വസ്ഥതയാണ്. ഇത്തിരി ചോറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. അത് മാത്രമേ എനിക്ക് മെയിനായിട്ട് തോന്നാറുള്ളൂ. ഇതൊക്കെ എന്താണ് ഷെറിന്റെ ശരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്താണ്? അങ്ങനെ വെച്ചാൽ ബിരിയാണി. ഞാൻ മെയിനായിട്ട് ഈ ബിരിയാണി ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ അവിടെ പോയി ഞാൻ ട്രൈ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ, ഇപ്പം ഞാൻ തായ്ലൻഡിൽ, ബാലിയിൽ, പിന്നെ ഇവിടെ പല നാട്ടിൽ ചെന്നിട്ട് അവിടെ ബിരിയാണി കേട്ടോ ആ സ്റ്റൈലില്.
ഓ അവിടെ മീൻസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയി കഴിച്ചു നോക്കും. ഭയങ്കര പൈസ ആയിരിക്കും, എന്നാലും ഞാൻ കഴിക്കും. എന്നാലും ഞാൻ ഒരു തവണ അത് കഴിച്ചു നോക്കും ചുമ്മാ. ഒരു ട്രാവലർ ആകുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഫുൾ ടൈം പ്രൊഫഷൻ മാതിരിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷെറിൻ എങ്ങനെയാണ് ഈ ലൈക്ക് യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു വരുമാനം വെച്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ആക്ച്വലി ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ പോകുന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതുകൊണ്ടാണ് ഈ ചിലവർക്ക് യൂട്യൂബേഴ്സിനോട് ഇഷ്ടമല്ലാത്ത. കാശ് കിട്ടുന്നുണ്ട് എന്ന് പറയും, അവന് കാശ് കിട്ടുന്നുണ്ടെന്ന് പറയും. പക്ഷെ ബേസിക്കലി ഇത് ഇന്നൊരു തൊഴിൽ മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്ന് ഏറ്റവും ബെറ്ററായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നല്ല കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ട്, കണ്ടൻറ്റ് വൃത്തിയായിട്ട് ചെയ്യണം, അങ്ങനെ കുറേ ഫാക്ടറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്കായിരിക്കും പെട്ടെന്ന് ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പ്ലസ് ഒരു പാഷനും വേണം. കാരണം ഇത് ഒരാളൊരു വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ പുറകിൽ ആ വീഡിയോ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. നോർമലി ഉള്ളൊരു സാധാരണക്കാർക്ക് വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നിങ്ങൾ കാണുന്ന ഒരു 30 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ രാവിലെ തൊട്ട് ചിലപ്പോൾ രാത്രി വരെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളാണ് കാണിക്കണം. അത് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യണം, മണിക്കൂറുകൾ എടുത്തിട്ടായിരിക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഇത്ര എഫേർട്ടുകളൊന്നും ആൾക്കാർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എത്ര എഫേർട്ട് വന്നിട്ടാണ് ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ വീഡിയോ ഈ പറയുന്ന പോലെ അത് അങ്ങനെ സമയമെടുത്ത് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതിനുള്ള പാഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് വീഡിയോ ചെയ്ത് വേറെ സമയം കളഞ്ഞ് അത് പിന്നെ വേറെ പണിക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതാണ്ട് 4 വർഷത്തോളം എനിക്ക് ഇതിൽ നിന്ന് വരുമാനം 10 വയസ്സ് വരുമാനം ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ഇടായിരുന്നു. ഇത് സ്ഥിരമായിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 2018 തൊട്ടാണ് പെർമനന്റ് ആയിട്ട്, മീൻസ് കണ്ടിന്യൂസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് 1-2 വീഡിയോ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നല്ലോ. അങ്ങനെ വരുമാനം ഇല്ലെങ്കിലും നമുക്കിത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനുള്ള പാഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റണം. അപ്പോൾ കാശ് മാത്രം ഇപ്പോൾ കുറേ കാശ് കിട്ടും എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. അത് കുറച്ച് ദിവസം മടുത്ത് അത് ഇട്ടിട്ട് പോയുള്ളൂ. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. എനിക്ക് ഇപ്പം ഞാൻ 2024 സംസാരിക്കുന്നത്. ഞാൻ എപ്പോൾ തുടങ്ങിയതാ, ഏതാണ്ട് കറക്റ്റ് പറഞ്ഞാൽ 2018 സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. അതിന് മുമ്പും ഉണ്ട്. ഇത്രയും വർഷം എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ വർഷത്തിലെ ഇത്രയും വർഷം കാത്തിരിക്കാനുള്ള ക്ഷമയും വേണം. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നാലേ ഗ്രോത്ത് വരത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സ്മാർട്ട് വർക്കും കൂടി ആവശ്യമാണ്. ഈ എക്സ്പെൻസ്, യാത്രക്കുള്ള എക്സ്പെൻസ് ഒക്കെ ഈ ഒരു ഇൻകം നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ യാത്രകളിൽ ബഡ്ജറ്റ് നോക്കിയിട്ടേ ട്രാവൽ ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ കൂടുതൽ ബഡ്ജറ്റ് വരുന്ന ട്രിപ്പുകൾ ഞാൻ തൽക്കാലം പോകത്തില്ല. ഇപ്പം എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, ഇത്ര റവന്യൂ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യൂല. ഞാൻ ഫുള്ള് പ്ലാൻ ചെയ്തിട്ടേ പോവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപയുടെ ചിലവ് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ അതിനനുസരിച്ച് കൂടി കണ്ടന്റുകൾ കുറച്ചും കൂടി ഉണ്ടാക്കും. അപ്പോൾ ഡേയ്സ് ലിമിറ്റ് ചെയ്യും. ഇത്ര ദിവസം നിന്നാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. ശരിക്കും ഒരു സ്ഥലത്ത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ ഈ ഒരു ഷൂട്ട് ചെയ്യാൻ? അത് ഡിപ്പെൻസ് ആണ്. എന്നാലും 10 ദിവസമൊക്കെയാണ് പൊതുവേ ഒരു രാജ്യം കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ കുഞ്ഞു രാജ്യമൊക്കെ 10 ദിവസം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഡിപ്പെൻസ് ആ രാജ്യത്തിൻ്റെ വലിപ്പവും സ്ഥലങ്ങളും അനുസരിച്ചാണ്. പക്ഷെ ശരിക്കും ഒരു പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. നമുക്ക് ഇപ്പോൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്, അത് മൊത്തം ഇട്ട് അടിച്ച് പൊളിച്ച് ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് നമ്മൾ നോക്കും കൃത്യമായിട്ട്. എത്ര രൂപ വരും, ഇത് നമുക്ക് നഷ്ടം വരുമോ, നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നഷ്ടം അല്ലാത്ത നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ യാത്ര ചെയ്യണേ. പക്ഷെ ഞാൻ ഈ അന്റാർട്ടിക്ക മാത്രം ഞാൻ അതൊക്കെ മറന്ന്, പൈസ അല്ല നമ്മുടെ ആഗ്രഹം ആണ് ഫസ്റ്റ്, അതിന് മാത്രം ഞാൻ ഒരു വേറെ രീതി കൊടുത്തു. അപ്പം ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സൈക്കിളിൽ കൊച്ചി കറങ്ങിക്കൊണ്ടിരുന്ന ഷെറിനെ അങ്ങ് അന്റാർട്ടിക്ക വരെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ടു മെനി മോർ ട്രിപ്സ് ഷെറിൻ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാൻ പറ്റട്ടെ, ആ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചു തരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.